അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. അത് കുടുംബത്തിലെ വിഷയങ്ങൾ, ജോലിസ്ഥലത്തെ പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ആയിട്ടാണ് മനുഷ്യൻ കഴിയുന്നത്. ഇവിടെ അവൻ്റെ ജീവിതത്തിൽ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാവട്ടെ, ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളാവട്ടെ, സാമ്പത്തികമാവട്ടെ, വൈയക്തികമോ കുടുംബങ്ങളോ ആവട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും പ്രയാസങ്ങൾ മനുഷ്യന് ബാധിക്കുക എന്നുള്ളത് അതിൻ്റെ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സുന്നത്താണ്, ഒരു നടപടിക്രമമാണ്. എന്നിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രയാസങ്ങളില്ലാത്ത ഒരു ലോകത്തെയാണ് പലരും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ദുനിയാവിൽ അങ്ങനെ ഒന്ന് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ആ പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമയെ കൃത്യമായി കൂട്ടുപിടിച്ചിട്ട് അത്തരം പ്രതിസന്ധികളിൽ നിന്ന് ക്ഷമയും സഹനവുമായി ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു പ്രയാസവുമില്ലാത്ത, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ലോകം അത് ഇവിടെ സാധ്യമല്ല, പക്ഷേ പരലോകത്താണത് സാധ്യമായിട്ടുള്ളത്. ആ പരലോകം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആ ആഖിറത്തിലേക്കുള്ള ഈ വിളനിലമാണ്, അതല്ലെങ്കിൽ കൃഷിയിടമാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവ് എന്ന് പറയുന്നത്. ഇവിടെ ക്ലേശങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായ സംഗതിയാണ്. ആ ഉറപ്പിന്മേൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ നേരിടാനും അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ, കൃത്യമായ രൂപത്തിൽ നേരിട്ടുകൊണ്ട് ഈ പരീക്ഷണങ്ങളിൽ ക്ഷമയും സഹനയും അത് കൈമുതലായി ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഇത്തരം പ്രയാസങ്ങളെ മറികടക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള വലിയ ആയുധം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം അത് എത്ര തന്നെ ക്ലേശം നിറഞ്ഞതാണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പ്രതിഫലത്തിൻ്റെ നാളുകളായി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെയാണ് യാതൊരു പ്രയാസവുമില്ലാത്ത, ഒരു ടെൻഷനും അടിക്കേണ്ടാത്ത ജീവിതം വരുന്നത്. ആ ടെൻഷനില്ലാത്ത ജീവിതം അത് സ്വർഗത്തിലെ ജീവിതമാണ്. അത് ലഭിക്കുന്ന വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.